അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങളാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നേരിട്ടാൽ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അതേ സ്ഥലത്തിരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായി 40 തവണ ഫാത്തിഹ പൂർത്തീകരിച്ച് ഓതുക. ശേഷം ദുആ ചെയ്യുക. എത്ര വലിയ ആവശ്യമായിരുന്നാലും നിറവേറും. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയെ ബിസ്മി ചേർത്ത് 41 പ്രാവശ്യം ഓതി അസുഖക്കാരനെ ഊതിയാൽ ആശ്വാസം കാണും. സുബഹി നിസ്കാരത്തിൻ്റെ ഫർളിനും സുന്നത്തിനുമിടയിൽ ഫാത്തിഹയെ ബിസ്മി ചേർത്ത് 41 പ്രാവശ്യം മുടങ്ങാതെ ഓതിയാൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ കാണാം. മക്കളില്ലാത്തവർ സുബഹി നിസ്കാരത്തിൻ്റെ ഫർളിനും സുന്നത്തിനുമിടയിൽ ഫാത്തിഹയെ ബിസ്മി ചേർത്ത് 44 ദിവസം ഓതിയാൽ ഫലം കാണും. ഒരു 44 ദിവസം കൊണ്ടായില്ലെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുക. അതുകൊണ്ടും സാധിച്ചില്ലെങ്കിൽ മൂന്നാമതും ആവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് ഫലം തീർച്ച. ഒരു ഷർത്തുണ്ട്, മുടക്കം വരാൻ പാടില്ല. നമ്മളെപ്പോഴും മനസ്സറിഞ്ഞ് വേണം അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. അല്ലാഹു എൻ്റെ ഇന്ന കാര്യം നീ നടത്തി തരണേ അല്ലാ എന്ന് പറഞ്ഞ് ഒരു നിയ്യത്ത് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും ദുആ ചെയ്യാനായിട്ട്. നമ്മൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹു അത് ഉറപ്പായിട്ടും നമുക്ക് നടത്തിത്തരും. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം മുടങ്ങാതെ ഓതിക്കൊണ്ടിരുന്നാൽ പല നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. സുബഹി നിസ്കാരത്തിന് ശേഷം 125 പ്രാവശ്യം ഓതി വന്നാൽ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും നിറവേറും. ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ 1, ഇഖ്ലാസ് 1, ഫലക്ക് 1, നാസ് 1 ഇപ്രകാരം പതിവാക്കിയാൽ മരണമൊഴികെ ഒരാപത്തും അവനെ അടുക്കില്ല. സൂറത്തുൽ ഫാത്തിഹ 70 പ്രാവശ്യം ഓതി വെള്ളത്തിൽ ഊതി കുടിച്ചാൽ അവന് അറിവും തെളിവും കിട്ടും. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായി ചെയ്യണം. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 20 പ്രാവശ്യം ദയമാക്കിയാൽ വരുമാനം വർദ്ധിക്കും. എല്ലാവിധ നന്മകളൊത്താനും വരുമാനം വർദ്ധിക്കാനും മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച 70, തിങ്കൾ 60, ചൊവ്വ 50, ബുധൻ 40, വ്യാഴം 30, വെള്ളി 20, ശനി 10 എന്നീ ക്രമത്തിൽ സൂറത്തുൽ ഫാത്തിഹ എല്ലാ മാസവും ഓതിയാൽ പല അത്ഭുതങ്ങളും കാണാം. ആരെങ്കിലും ഏതെങ്കിലും യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ 41 പ്രാവശ്യം ഓതിയാൽ ആ യാത്ര തീരുവോളം റബ്ബിൻ്റെ കാവൽ ആയിരിക്കും. അതായത് റബ്ബ് അവരെ സംരക്ഷിക്കും. സുബഹി നിസ്കാരത്തിന് ശേഷമോ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമോ ഇനി ഞാൻ പറയുന്ന പ്രകാരം ഓതിയാൽ മറ്റുള്ളവരുടെ ശർറുകൾ ഫലിക്കില്ല. പല മഹത്വങ്ങളും അത്ഭുതങ്ങളും കാണാം. എല്ലാ ദിവസവും ബിസ്മി ചേർത്ത് വേണം ചൊല്ലാൻ. ആമീൻ 100 പ്രാവശ്യം നിത്യവും ഓതണം. ഞായർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 616, തിങ്കൾ അർ റഹ്മാനിർ റഹീം 619, ചൊവ്വ മാലിക് യൗമിദ്ദീൻ 242, ബുധനാഴ്ച ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 856, വ്യാഴാഴ്ച ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 1073, വെള്ളിയാഴ്ച സിറാത്തല്ലദീന അൻഅംത അലൈഹിം 1837, ശനിയാഴ്ച ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ 4233. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, സൂറത്തുൽ ഫാത്തിഹ മാസത്തിൽ ഒന്നല്ലെങ്കിൽ 2 ഓതി കണ്ണിൽ തടവിയാൽ കാഴ്ചശക്തി വർദ്ധിക്കും. നമ്മുടെ നിസ്കാരത്തിൽ തഹജ്ജുദ് നിസ്കാരമാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ പോയി കരഞ്ഞ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു അത് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അല്ലാഹു നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളൊരു മനസ്സ് വെച്ചിട്ട് വേണം നമ്മളത് ഇതാക്കാനായിട്ട്. എന്തിനാ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരും. അതിനൊക്കെ നമുക്ക് നേരിടാൻ മനസ്സാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു മനസ്സും ഒരു വിശ്വാസവും നമ്മൾ എപ്പോഴും നമ്മളെ കൂടെ നടക്കുക. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ദുആ അല്ലാഹു കേൾക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളെപ്പോഴും നടക്കണം. അപ്പോൾ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അല്ലാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.